ഹലോ ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ന്യൂസ് സെഷൻ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ സുഖമായിട്ടിരിക്കുന്നില്ല. ഐ ഹോപ്പ് യു ആർ ഓൾ ആർ ഹെൽത്തി. ഓക്കെ, എല്ലാവരും ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നതെന്ന് തന്നെ ഉറപ്പ് വരുത്തണം കേട്ടോ. കാരണം നമുക്ക് കറക്റ്റ് ന്യൂട്രീഷൻസ് ഒക്കെ ഫോളോ ചെയ്ത് എന്ത് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് ഹെൽത്തി ഫുൾ ഓൺ എനർജി ആയിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, എനിക്ക് ഈ വീഡിയോ നല്ല ഒട്ടുമിക്ക എല്ലാവരും സെപ്റ്റംബറിലേക്കുള്ള എക്സാം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവില്ലേ. നിങ്ങൾ എക്സാം ഇപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത്, നിങ്ങൾ എക്സാം വരുന്നത് 16th സെപ്റ്റംബർ അല്ലേ? 16th സെപ്റ്റംബർ നിങ്ങൾ എക്സാം സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഓക്കെ, ഇന്ന് ഓഗസ്റ്റ് ജൂലൈ അല്ല. അപ്പോൾ നോക്കുകയാണെങ്കിൽ യു ഹാവ് ഗോട്ട് ബെയർലി 55 ഡേയ്സ് അല്ലേ. 55 ഡേയ്സ് മാത്രമേ നിങ്ങളുടെ കയ്യിലുള്ളൂ. ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ കുറച്ച് ടെൻഷൻ കൂടെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 55 ഡേയ്സേ ഉള്ളൂ എന്നുള്ളതിന് പകരം 55 ഡേയ്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ, 55 ഡേയ്സ് ഉണ്ട് എന്നുള്ള ഒരു പോയിന്റിലൂടെ നമ്മൾ എന്ത് ചെയ്യാൻ, you have to move forward. Still I am saying that you have got plenty of time. കാരണം അറൗണ്ട് ഓഗസ്റ്റ് ഫുൾ മന്ത് നിങ്ങളുടെ കയ്യിലുണ്ട്. എന്ത് ചെയ്യാം, സ്റ്റിൽ യു ഹാവ് ഗോട്ട് പ്ലെൻറ്റി ഓഫ് ടൈം. എന്ത് ചെയ്യാം, സുഖമായിട്ട് നിങ്ങൾക്ക് ഇരുന്ന് പഠിച്ചിട്ട് എന്ത് ചെയ്യാം, യു ക്യാൻ ക്വാളിഫൈ CA ഫൗണ്ടേഷൻ ഫോർ ഇൻ സെപ്റ്റംബർ, അപ്കമിങ് സെപ്റ്റംബർ 8. എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈസിലി പാസ് ചെയ്യാൻ പറ്റും, പാസ് ഔട്ട് ചെയ്യാൻ പറ്റും. ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല. ഓക്കെ, നമുക്ക് നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം, 55 ഡേയ്സ് മാത്രം എന്ത് ചെയ്യണം. ഇൻ കേസ് നിങ്ങൾ ഓൺലൈൻ കുട്ടികളാണെങ്കിൽ ഓഫ്ലൈൻ പോവുകയാണെങ്കിൽ നിങ്ങളുടെ സ്റ്റഡി ടൈം, റിവിഷൻ ടൈം സ്റ്റാർട്ട് ചെയ്യാനുള്ള ടൈമായി അല്ലേ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അറൗണ്ട് 1 മന്തോളം നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടാകും, സ്റ്റഡി ടൈം കിട്ടുമായിരിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ് കഴിഞ്ഞാൽ സ്റ്റഡി ടൈം എന്നുള്ളതിന് പകരം നമ്മളെല്ലാവരും എന്താ ചോദിക്കുന്നത്, ഈ 1 മന്ത്, അതായത് ഓഗസ്റ്റ് 1 മന്ത് നമ്മൾ സ്റ്റഡി ലീവ് എന്നുള്ള ഒരു ടൈം, ഒരു പാറ്റേണിലാണ് കാണുന്നുണ്ടെങ്കിൽ ഇത് തെറ്റാണ്. നിങ്ങൾ ഈ 1 മന്തിൻ്റെ കാണേണ്ടത് റിവിഷൻ ടൈം എന്നുള്ള ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഓഗസ്റ്റിലെ ഈ 1 മന്തിൽ നമ്മൾ കാണേണ്ടത്. കാരണം സ്റ്റഡിയിൽ എന്ന് പറഞ്ഞാൽ ഒന്നും കൂടി പഠിക്കാനിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പോയി ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് കുറച്ച് നിങ്ങൾ ട്രബിൾ ഫേസ് എന്ത് ചെയ്യണം, റിവിഷൻ ടൈമിലേക്ക് കൊണ്ട്, റിവിഷൻ ടൈം ഇത് നമ്മുടെ ഈ 1 മന്ത് റിവിഷൻ ടൈമാണ്. നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ആ ഒരു പോയിന്റിലാണ് നമ്മൾ ഇരുന്ന് പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, കുറച്ച് നല്ല മാർക്സോട് കൂടി എന്ത് ചെയ്യാം, ഫൗണ്ടേഷൻ ക്രാക്ക് ചെയ്യാനേ പറ്റത്തുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം, റിവിഷൻ ടൈം ഉദ്ദേശിച്ച് വെച്ചാൽ മെയിൻലി ഇതാണ് നമ്മളത് ഹാൻഡിൽ ചെയ്യണം. എന്ന് വെച്ചാൽ റിവിഷനിൽ തന്നെ ഉണ്ടെന്ന് റിവൈസ് ചെയ്ത് നോക്കണം. നമ്മൾ ഓൾറെഡി പഠിച്ചത് ഒന്ന് റിവൈസ് ചെയ്ത് ഒന്ന് ബ്രഷ് അപ്പ് ചെയ്യണം. മാത്രമല്ല പിന്നെ ആണ് അറ്റൻഡിങ് MTP RTP, പിന്നെ പ്രീവിയസ് ഇയർ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ഇതുമാണ് നമ്മൾ ഈ ഒരു 1 മന്ത്, ഈ ഓഗസ്റ്റ് 1 മന്ത് പ്ലസ് സെപ്റ്റംബറിലെ ഒരു സ്റ്റാർട്ടിങ് 1 വീക്ക് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല മാർക്കോടുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, CA ഫൗണ്ടേഷൻ ക്വാളിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ലാസ്റ്റ് ഇയർ റിസൾട്ട് അറിഞ്ഞിട്ടില്ല. ഓൺലി 15% ആൾക്കാർ മാത്രമാണ് എന്ത് ചെയ്തത്, പാസ് പെർസെൻറ്റേജ്, അതായത് അറൗണ്ട് 1 ലാഖ് എഴുതിയെങ്കിൽ 15% ആൾക്കാർ മാത്രമേ പാസ്സാകത്തുള്ളൂ. 15,000 ആൾക്കാർ മാത്രമേ പാസ്. അപ്പം എന്ത്, ഈ 15% നമ്മൾ ഉൾപ്പെടണം. ഓക്കെ, ആ ഒരു മൈൻഡിൽ ഇരുന്ന് പഠിക്കണം. ഓക്കെ, പഠിക്കണം, റിവൈസ് ചെയ്യണം. അങ്ങനെ ചെയ്താൽ മാത്രമേ, ഞാൻ ഒന്നും കൂടി പറഞ്ഞുള്ളൂ, റിവിഷൻ എന്നുള്ള മൈൻഡിലുള്ള ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ 1 മന്തിന് എടുക്കേണ്ടത്. സ്റ്റഡി ടൈമായിട്ട് എടുക്കരുത്, ഒന്ന് പുതിയത് പഠിക്കാതിരിക്കരുത്, ഓൾറെഡി പഠിച്ചൊന്ന് റിവൈസ് ചെയ്യണം. ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഓഗസ്റ്റ് മാസത്തെ കാണേണ്ടത്. അപ്പോൾ ഒട്ടും ലാഗിപ്പിക്കാൻ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, നമ്മൾ ഇന്ന് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പോണത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 ബെയിൽമെന്റ് ആൻഡ് പ്ലെഡ്ജ് എന്ന് പറയുന്ന യൂണിറ്റാണ് നമ്മൾ ഇന്ന് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഐ ഹോപ്പ് യു ഹാവ് ഓൾ ഗോട്ട് ക്വസ്റ്റ്യൻസ്. നമ്മൾ എപ്പോഴും പറയാനുള്ളത് പോലെ തന്നെയാണ്, എന്താണ്, നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യൻ റിലീസ് കമ്മ്യൂണിറ്റിയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ക്വസ്റ്റ്യൻ വായിച്ചു, അത് ഓൾറെഡി എഴുതി ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി വന്നു എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം കേട്ടോ. കാരണം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഓൺവേർഡ്സിൽ എഴുതി കീവേഡ്സ് ആഡ് ചെയ്യേണ്ട ടൈം കഴിഞ്ഞു. കാരണം നിങ്ങൾ എഴുതുന്ന ടൈം കഴിഞ്ഞു. കാരണം എഴുതി പ്രാക്ടീസ് ഓൾറെഡി കുറേ ഡേയ്സ് നമ്മൾ എന്ത് ചെയ്ത് വർക്ക്ഷോപ്പ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ദിവസമായില്ലേ. നമുക്ക് ഇന്നത്തെ ക്വസ്റ്റിലേക്ക് പോയാലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, ഇതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, മിസ്റ്റർ സ്റ്റീഫൻ ഓൺസ് എ ചിക്കൻ ഫേം നിയർ ഗുരുഗ്രാം വേർ ഹി ബ്രീഡ്സ് ദം ആൻഡ് സെൽ എഗ്സ് ആൻഡ് എ ലൈവ് ചിക്കൻ ടു റീറ്റെയിൽ ഷോപ്പ് ഇൻ ഗുരുഗൻ. അപ്പം സ്റ്റീഫൻ എന്നുള്ള ഒരു വ്യക്തിയുണ്ട്. സ്റ്റീഫൻ എന്നത് ആദ്യത്തെ ഒരാൾ. ഓക്കെ,
അപ്പോൾ നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ആരാണ്? മിസ്റ്റർ സ്റ്റീഫൻ. ഓക്കെ, സ്റ്റീഫൻ ആണ് ആദ്യത്തെ ആൾ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ വരുന്നത് മിസ്റ്റർ ഫ്ലെമിംഗ്. അതായത് അടുത്ത ആൾ വന്നു, ആര്? മിസ്റ്റർ ഫ്ലെമിംഗ്. Also owns a similar firm near Gurgaon doing the same business. അപ്പോൾ ആളും എന്താണ് ഈ കോഴികളെ ചിക്കൻ ഫാം തന്നെയാണ് നടത്തുന്ന ആളെന്താ സെയിം ഫീച്ചറായി ഈ ബ്രീഡ്സ് ആയ ആള് വളർത്തുന്നുണ്ട്, കോഴി കിട്ടുന്ന മുട്ട വിൽക്കാറുണ്ട്, പിന്നെ ലൈവ് ചിക്കനോട് എന്തെങ്കിലും സെയിൽ ചെയ്യാറുണ്ട്. ഓക്കെ, മിസ്റ്റർ ഫ്ലെമിംഗ് ഹാഡ് ടു ഗോ ബാക്ക് ടു ഹിസ് നേറ്റീവ് പ്ലേസ് ഇൻ ഓസ്ട്രേലിയ ഫോർ 1 year. അപ്പോൾ ഫ്ലെമിങ്ങിന് അതായത് ഈ ഫ്ലെമിംഗ് എന്ന് പറയുന്ന വ്യക്തിക്ക് എന്ത് ചെയ്യണം? ഓസ്ട്രേലിയയിലേക്ക് പോകേണ്ട ഒരു ആവശ്യം വന്നു. ഓക്കെ, he needed money to travel, so he pledged his firm to Mr. Stephen for 1 year and received a deposit of 25 lakh and went there. ഇപ്പം എന്ത് ചെയ്തു? ആള് ഇയാൾ ചിക്കൻ ഫാം, അതായത് മിസ്റ്റർ ഫ്ലെമിംഗ് ചിക്കൻ ഫാം പ്ലെഡ്ജ് എന്ന് വെച്ചാൽ പണയം വെച്ചു. എത്ര വർഷത്തേക്ക്? ഫോർ 1 year. എന്ത് ചെയ്തു? മാത്രമല്ല ₹25 lakh റിസീവ് ചെയ്തു, കാരണം പണയം വെച്ചതല്ലേ. 25 lakh റിസീവ് ചെയ്തു. At that point of time, stock of live birds were 1 lakh and extent. അപ്പോൾ ആള് ഈ പ്ലെഡ്ജ് വെക്കുന്ന ടൈം, അത് പണയം വെക്കുന്ന ടൈമിൽ ഇയാളുടെ കയ്യിൽ എത്ര രൂപ ഉണ്ടായിരുന്നത്? ഈ ഫ്ലെമിങ്ങിൻ്റെ കയ്യിൽ 1 lakh ബേർഡ്സും പിന്നെ 10,000 എഗ്സും ഉണ്ടായിരുന്നു. എപ്പോഴും ഡ്യൂറിങ് pledge. Okay, the condition was that when Fleming returns he will repay the deposit and take possession of his firm with the live birds and eggs. അപ്പം എന്ത് ചെയ്തു? കണ്ടീഷൻ, അതായത് ഈ പണയം വെക്കുന്ന ടൈം എന്ത് കണ്ടീഷൻ വെച്ചത്? he will repay the deposit and take possession of his firm with the live birds and eggs. എന്താ വെച്ചത്? ഇയാൾ വരുന്ന ടൈമിൽ എന്ത് ചെയ്യും? ആ 25 lakhs റീപേ ചെയ്യുകയും ചെയ്യും. ഹി വിൽ ടേക്ക് പൊസിഷൻ ഓഫ് ഹിസ് ഫേം ആൻഡ് ലൈവ് ബേർഡ്സ് ആൻഡ് എക്സ്. എന്ത് ചെയ്യുന്നു? ആളുടെ കമ്പനിയിൽ എത്ര കോഴികളുണ്ടോ ആ കോഴികളും എത്ര മുട്ടയുണ്ടോ അത് തിരിച്ചെടുക്കുന്നതാണ് കണ്ടീഷൻ വെച്ചത്. ഓക്കെ, ആഫ്റ്റർ 1 year ഫ്ലെമിംഗ് കെയിം ബാക്ക് ആൻഡ് റിട്ടേൺ ദ ഡെപ്പോസിറ്റ്. ഇപ്പം ഇത് 1 year വന്നേരം എന്ത് ചെയ്തു? ഫ്ലെമിംഗ് സാധാരണ ഇത് പറയുന്ന പോലെ കോൺട്രാക്റ്റിൽ പറഞ്ഞ 25 lakhs റിട്ടേൺ ചെയ്തു. ഓക്കെ, at that time there were 1,09,000 live birds, increasing due to hatching eggs out of 10,000 that he had left and 15,000 eggs. അപ്പം എന്ത് ചെയ്തു? റിട്ടേൺ ചെയ്യുന്ന ടൈമിൽ, അതായത് തിരിച്ചു വന്ന ടൈമിൽ ഇയാളുടെ കയ്യിൽ എത്രയുണ്ട്? 1,09,000 എഗ്സും 1,09,000 എഗ്സ് അല്ല, 1,09,000 ബേർഡ്സും 15,000 എഗ്സും ഉണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? മിസ്റ്റർ സ്റ്റീഫൻ അഗ്രി ടു റിട്ടേൺ 1 lakh live birds and 10,000 eggs ഓൺലി. അപ്പോൾ എന്ത് ചെയ്തു? മിസ്റ്റർ ഫ്ലെമിംഗ് സ്റ്റീഫൻ പറഞ്ഞു, സ്റ്റീഫൻ റിട്ടേൺ ചെയ്തു എത്ര? 1,00,000 ബേർഡ്സിനെയും 10,000 എഗ്സ് മാത്രമേ നമുക്ക് റിട്ടേൺ ചെയ്തു. അതെന്താണ്? ഈ കോൺട്രാക്ട് വെക്കുന്ന ടൈമിൽ ഇത്രയും ബേർഡ്സ് അല്ലേ കയ്യിലുണ്ടായത്. അപ്പോൾ ഇത് മാത്രം റിട്ടേൺ ചെയ്തു. ബാക്കി 9,000, അതായത് ബാലൻസ് 9,000 ബേർഡ്സിനെയും 5,000 എഗ്സും എന്ത് ചെയ്തു? സ്റ്റീഫൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തില്ല, കാരണം കോൺട്രാക്ട് എത്രയാണോ ഉള്ളത് അത് മാത്രമാണ് റിട്ടേൺ ചെയ്തത്. ഓക്കെ, സ്റ്റേറ്റ് ദ ഡ്യൂട്ടീസ് ഓഫ് മിസ്റ്റർ സ്റ്റീഫൻ ആസ് പൗണി ആൻഡ് അഡ്വൈസ് മിസ്റ്റർ ഫ്ലെമിംഗ് അബൌട്ട് ഹിസ് റൈറ്റ് ഇൻ ദ കേസ്. അപ്പോൾ ഇങ്ങനെ അറിയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്ന സ്റ്റീഫൻ, അതായത് പൗണീൻ്റെ, അതായത് ഈ സ്റ്റീഫൻ എന്ന് പറഞ്ഞ വ്യക്തിൻ്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, മാത്രമല്ല ഫ്ലെമിംഗ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ റൈറ്റ്സ്. കാരണം ഈ ഫ്ലെമിംഗ് ആണല്ലോ എന്ത് ചെയ്യുന്നത്? പണയം വെച്ചിട്ട് പോയത്. അപ്പോൾ സ്റ്റീഫൻ ആണ് ആര് വരുന്നത്? പോണി. അപ്പോൾ ഇവിടെ സ്റ്റീഫൻ ആരാണ്? പോണി, ഫ്ലെമിംഗ് പോണർ. കാരണം ഈ ഫ്ലെമിംഗ് ആണ് പണയം വെക്കുന്നത്, അപ്പോൾ ആണ് പോണർ വരുന്നത്. സ്റ്റീഫനാണ് പണയത്തിൽ എടുക്കുന്ന, അപ്പോൾ ആൾ സ്റ്റീഫനാണ് പോണി വരുന്നത്. ഓക്കെ, ഇത്രയാണ് കേസ്. നമ്മളോട് എന്താണ് പ്രൊവിഷൻ, ഇത് എന്താണ് ഡ്യൂട്ടീസ് ആൻഡ് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ
നമുക്ക് നോക്കിയാൽ മനസ്സിലാകും ഈ ക്വസ്റ്റ്യൻ വരുന്നത് 4 മാർക്സിനാണ്. അപ്പോൾ നമുക്ക് നമുക്ക് ഒരു ചെറിയ സിനാരിയോ വന്നിട്ട് ചോദിക്കാം. അപ്പം എന്താണ് ഇവിടെ സ്റ്റീഫന്റെ ഇവിടെ പേര് പറയുകയാണെങ്കിൽ സ്റ്റീഫന്റെ സ്റ്റീഫന്റെ ഡ്യൂട്ടി, അതായത് സ്റ്റീഫന്റെ ഡ്യൂട്ടി എന്തൊക്കെയാണ്? ഇതിനൊരു 1 മാർക്ക് നമുക്ക് ഹാൻഡിൽ ചെയ്യാം. ഫ്ലെമിംഗ് റൈറ്റ്സ് 1 മാർക്ക് ആഡ് ചെയ്യാം. പിന്നെ ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള പ്രൊവിഷന് 2 മാർക്സ്. എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹാൻഡിൽ ചെയ്യണം. വന്നാൽ മാത്രം നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഈ 4 മാർക്സ് നമുക്ക് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി പോകും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പം നമുക്ക് മനസ്സിലായി എങ്ങനെയാണെന്ന്. ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? ക്ലിയർ ആയില്ലേ എന്താണ് സിനാരിയോ? അതായത് സ്റ്റീഫന് എന്ത് ചെയ്തു? സ്റ്റീഫൻ ഫ്ലെമിംഗ് കിച്ചൺ ഫാം നടത്തുന്ന ആളാണ്. ഫ്ലെമിങ്ങിന് എന്ത് ചെയ്യേണ്ടി വന്നു? അത്യാവശ്യം നാട്ടിൽ പോകേണ്ട വന്നത് കൊണ്ട് എന്ത് ചെയ്തു? ഈ ഫ്ലെമിങ്ങിൻ്റെ ഫാം സ്റ്റീഫൻ്റെ പണയത്തിന് വെച്ചു. പണയത്തിന് കൊടുത്തു. 25 lakhs കയ്യിൽ വെച്ച് വാങ്ങിയിട്ട് എന്ത് ചെയ്തു? ഈ ഫാം കൈയോടെ പണയത്തിന് കൊടുത്തു. ആ ടൈമിൽ 1 lakh ബേർഡ്സും 10,000 eggs ഉണ്ടായിരുന്നു. കണ്ടീഷൻ എന്താ പറഞ്ഞത്? തിരിച്ചു വരുന്ന ടൈം 25 lakhs തിരിച്ചു കൊടുക്കും വേണം, ആളുടെ ഫാം തിരിച്ചെടുക്കുകയും ചെയ്യും. ഫാമിൽ എന്തൊക്കെയാണ് തിരിച്ചെടുക്കും എന്ന് പറഞ്ഞത്. ഫ്ലെമിങ് 1 വർഷം കഴിഞ്ഞിട്ട് വന്നു. 25 lakhs കൊടുത്തവർ എന്ത് ചെയ്തു? പണയത്ത് വെക്കുന്ന ടൈം എത്രയാണ് ഉണ്ട് അത് തന്നെ കൊടുത്തിട്ടില്ല, ബാക്കി എക്സസിൻ്റെ കൊടുത്തിട്ടില്ല. ഇതാണ് സിനാരിയോ എന്ന്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ആൻസർ എങ്ങനെ വരുന്നത്? കാരണം ഈ 1 lakh മാത്രമേ കൊടുത്താൽ മതിയോ, അല്ലെങ്കിൽ എക്സ്ട്രാ എന്താണത് കൊടുക്കണോ? ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ഇത് ആൻസർ ചെയ്യാം. ഓക്കെ, ഫൈൻ. നമുക്ക് സാധനം എഴുതുമ്പോൾ തന്നെ ആൻസർ ടു ക്വസ്റ്റ്യൻ നോട്ട് എഴുതി. ക്വസ്റ്റൻ എഴുതി നമുക്ക് എഴുതുന്ന പ്രൊവിഷൻ. എന്താ പ്രൊവിഷൻ വരുന്നത്? സാധനം എപ്പോഴും സെക്ഷൻ, ഞാൻ ഇപ്പോൾ സെക്ഷൻ അറിയില്ലെങ്കിൽ എന്ത് എഴുതി? ഒരിക്കലും സെക്ഷൻ എഴുതരുത്. ഓക്കെ, നമ്മൾ എഴുതാം. ആസ് പെർ ദ പ്രൊവിഷൻ ഓഫ് Indian Contract Act 1872, unless anything specified in the contract, the bailee is bound to deliver any increase or profit which he have accrued from the goods billed. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊവിഷൻ. എന്താ പറഞ്ഞത്? ആസ് പെർ ദ പ്രൊവിഷൻ ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872, unless anything specified in the contract, the bailee is bound to deliver an increase or profit which he have accrued from the goods billed. എന്താണ്? കോൺട്രാക്റ്റിൽ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഈ ബെയിൽമെന്റിന്റെ കേസിൽ എന്ത് ചെയ്യണം? എന്തേലും എക്സ്ട്രാ പ്രോഫിറ്റോ ബെനിഫിറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻക്രീസോ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ എത്രയാണ് ഇൻക്രീസ് അല്ലെങ്കിൽ എത്രയാണ് പ്രോഫിറ്റ് ഏൺ ചെയ്തത് എന്ത് ചെയ്യണം? തിരിച്ച് കൊടുത്തിരിക്കണം. ഇതാണ് നമ്മുടെ പ്രൊവിഷൻ പറയുന്നത്. കാരണം ഈ കേസിൽ എന്താ വരുന്നത്? 1 lakh ബേർഡ്സിനെയും 10,000 eggsനെയും കൊടുത്തു. ഇപ്പോൾ തിരിച്ചു വന്നതിൽ എന്ത് ചെയ്തു? 1,09,000 ബേർഡ്സ് ഉണ്ടായിരുന്നു, 15,000 eggs ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ 9,000 ബേർഡ്സും 5,000 eggsഉം എക്സ്ട്രാ ആണ്. അപ്പോൾ ഇങ്ങനെ വരികയാണെങ്കിൽ എന്താണ്? ഇതൊക്കെ മൊത്തം ഡെലിവർ തിരിച്ചു കൊടുക്കണം. അതായത് ബെയിൽമെന്റിന്റെ കേസിൽ എന്താണോ വന്നത് എന്ത് ചെയ്യണം? എക്സ്ട്രാ ബെനിഫിറ്റ് എന്തെങ്കിലും റൈസ് ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് തിരിച്ചു കൊടുത്തിരിക്കണം. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രൊവിഷൻ വരുന്നത്. ഓക്കെ, നമ്മൾ ജസ്റ്റ് അനാലിസിസ് കാരണം ഒരു ഫാക്ട് കൊടുക്കണം. ഫാക്ട്സ് എന്താ പറയുന്നത്? In the given case, when Mr. Fleming returned from Australia, Mr. Stephen had 1,09,000 birds and 15,000 eggs. ഇത്രയാണ് ഉണ്ടായത്. എത്ര ശരിക്കും ഉണ്ടായത്? 1 lakh birds and 10,000 eggs during the time of അല്ലേ? ഇതാണ് പ്രൊവിഷൻ വരുന്നത്. എന്താണ്? മിസ്റ്റർ സ്റ്റീഫൻ agreed to return 1 lakh
birds and 10,000 eggs only, and not the increased ones. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്. സോറി, ഫാക്ട് വരുന്നത്. കാരണം ഈ ക്വസ്റ്റ്യൻ എന്താ പറയുക, ഫ്ലെമിംഗ് തിരിച്ചു വന്നേരം 1,09,000 ബേർഡ്സും 50,000 എഗ്സും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ കോൺട്രാക്ട് വെക്കുമ്പോൾ, പ്രെഡിക്സ് വെക്കുമ്പോൾ 1,00,000 ബേർഡ്സും 10,000 എഗ്സും ഉണ്ടായത്. പക്ഷേ സ്റ്റീഫൻ എന്ത് ചെയ്തു, എത്രയാണ് ഉണ്ടായത് മാത്രമാണ് തിരിച്ചു കൊടുത്തത്. ഇതാണ് നമ്മുടെ ഫാക്ട്സ് വരുന്നത്. കൺക്ലൂഷൻ എന്താ വരുന്നത്? കൺക്ലൂഷൻ hence as per the above provision നമ്മൾ എഴുതി. എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മൾ സ്റ്റീഫന്റെ ഡ്യൂട്ടി എന്തൊക്കെയാണ്, മാത്രമല്ല ഫ്ലെമിംഗ് റൈറ്റ്സ് അല്ലേ നമ്മൾ എഴുതുന്നു. ഡ്യൂട്ടീസ് ഓഫ് സ്റ്റീഫൻ എന്താണ്, സ്റ്റീഫൻ ഡ്യൂട്ടി എന്താണ്? അതായത് സ്റ്റീഫൻ ആയിരുന്നു പോണി അല്ലേ, സ്റ്റീഫൻ പോണി വരുന്നത് ഈസ് ബൗണ്ട് ടു ഡെലിവർ the increased number of birds and eggs. അങ്ങനെ പറയുകയാണെങ്കിൽ എത്ര? 9,000 birds and 5,000 eggs to Mr. Fleming. അതായത് പോണം അല്ലേ, ഇയാൾ എന്ത് ചെയ്യണം, എത്രയാണോ ഇൻക്രീസ് ഉണ്ടായത് അത് എന്താ തിരിച്ച് കൊടുത്ത് ഇപ്പോൾ സ്റ്റീഫണിന് ഫ്ലെമിങ്ങിന് കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഡ്യൂട്ടി. സ്റ്റീഫന്റെ ഡ്യൂട്ടി എന്താണ്? ഹീസ് ബൗണ്ട് ടു ഡെലിവർ ദ ഇൻക്രീസ്ഡ് നമ്പർ ഓഫ് ബേർഡ്സ് ആൻഡ് എഗ്സ് ടു മിസ്റ്റർ ഫ്ലെമിംഗ്. അങ്ങനെ ഓക്കെ, അതായത് 9,000 ബേർഡ്സ് ആൻഡ് 5,000 എഗ്സ്. ഇതാണ് നമ്മുടെ എന്താ സ്റ്റീഫന്റെ ഡ്യൂട്ടിനെ വരികയാണെങ്കിൽ റൈറ്റ്സ് ഓഫ് ഫ്ലെമിംഗ്. അതായത് പോണർ എന്താണ് വരുന്നത്? ഹീസ് എൻടൈറ്റിൽഡ് to recover increased number of birds and eggs from Stephen. Okay, then he is entitled to recover the increased number of birds and eggs from Stephen. അപ്പോൾ ഫ്ലെമിങ്ങിന് എന്ത് ചെയ്യാം, അതായത് നമ്മൾ പോണീൻ്റെ സ്റ്റീഫൻ്റെ കേസ് എഴുതുന്നത് നേരെ ഒരു ഓപ്പോസിറ്റ് വേയിൽ എഴുതിയത്. എന്താ സ്റ്റീഫൻ്റെ കേസ് വരുമ്പോഴാണ് ഇയാൾ കൊടുത്തിരിക്കണം എന്ന് പറയുന്നത്. ഫ്ലെമിങ് എന്താ പറയുന്നത്, തിരിച്ച് വാങ്ങാൻ വേണ്ടി പറ്റും. ഓക്കെ, എന്തുകൊണ്ട് ഇവിടെ കോൺട്രാക്റ്റിൽ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഈ കേസ് പറയുകയാണെങ്കിൽ ഞാൻ എത്രയാണോ തിരിച്ച് ഇപ്പോൾ ഈ കോൺട്രാക്റ്റിൽ പറയുകയാണെങ്കിൽ എന്ത്, അതായത് ഫ്ലെമിങ് കോൺട്രാക്റ്റ് വെക്കുമ്പോൾ അത് ഹയർ പ്ലെഡ്ജ് ചെയ്യാൻ പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ഈ 1,00,000 ബേർഡ്സും 10,000 എഗ്സും തിരിച്ച് കിട്ടണം എന്ന് മാത്രം പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്രോഫിറ്റ് എന്ത് ചെയ്യണം, അതായത് സ്റ്റീഫന് പ്രോഫിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ കോൺട്രാക്റ്റിൽ എന്താ പറയുന്നത്, അതായത് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ എന്താ പറയുന്നത്, the condition was that when Fleming returns he will repay the deposit and take possession of his firm and live birds and eggs. അതായത് തിരിച്ച് വരുന്ന ടൈമിൽ ഫേമും ആ ഫേമിൽ എത്രയൊക്കെയാണോ ബേർഡ്സ് ആൻഡ് എഗ്സ് അത് തിരിച്ചെടുക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ കേസ് വന്നത്. എന്താണ്, ഇയാൾ സ്റ്റീഫൻ എന്ത് ചെയ്യണം, ഇൻക്രീസ് നമ്പർ ഓഫ് ഇത് കൊടുത്തിരിക്കണം, ഫ്ലെമിങ്ങിന് എന്ത് ചെയ്യാം, തിരിച്ചു വാങ്ങാം. ഇതാണ് നമ്മുടെ ഇന്നത്തെ കൺക്ലൂഷനും ഇതും വരുന്നത്, മീൻസ് പ്രൊവിഷനും വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ബെയിൽമെൻറ്റ് ആൻഡ് പ്ലെഡ്ജിൽ മെയിൻലി വരാനുള്ള പാറ്റേൺ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഐ ഹോപ്പ് യു ഓൾ ഹാവ് ഗോട്ട്. അപ്പോൾ എന്തായാലും ഈ ക്വസ്റ്റനായിട്ട് കണ്ടിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, പേടിക്കാണ്ട് ഡയറക്റ്റ്ലി കമൻറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാം, പെട്ടെന്ന് എനിക്ക് ആൻസർ ചെയ്യും. കാരണം ഡൗട്ട്സ് നമ്മൾ ഒരിക്കലും വെച്ച് നിട്ടരുത്. നാളത്തേക്ക് നാട്ടിൽ വെച്ച് വിടാം, നാളെ നീളുന്നില്ലെന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ നീണ്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, നാളത്തേക്ക് പെൻഡ് ചെയ്യരുത്. അന്ന് അത് ഓൺ ദ സ്പോട്ടിൽ ഡൗട്ട് മേക്ക് ഷുവർ യു ഹാവ് ടു ആസ്ക്. ഓക്കെ, ഇനി നമുക്ക് എപ്പോഴും ചെയ്യുന്ന പോലെ ഇത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ സജസ്റ്റഡ് ആൻസറുമായിട്ട് കണക്ട് ചെയ്ത് നോക്കാം. എന്താ പറയുന്നത്, അക്കോർഡിംഗ് സെക്ഷൻ 163 ഓഫ് ദി ഇന്ത്യൻ കോൺട്രാക്ട് 1872 കിട്ടെ. സെക്ഷൻ നമുക്ക് അറിയില്ലെങ്കിൽ കിട്ടെ. ഇൻ ദ ആബ്സെൻസ് ഓഫ് എനി കോൺട്രാക്ട് ടു ദ കോൺട്രറി ദ ബെയിലി ഈസ് ബൗണ്ട് ടു ഡെലിവർ ടു ദ ബെയിലർ ഓർ അക്കോർഡിംഗ് ടു ഹിസ് ഡയറക്ഷൻ എനി ഇൻക്രീസ് ഓർ പ്രോഫിറ്റ് അക്രൂഡ് ഫ്രം ദ മുസ്ലിം. എന്താ പറയുന്നത്, അൺലെസ് ഇൻ ദ ആബ്സെൻസ് ഓഫ് എനി കോൺട്രാക്ട് ടു ദ കോൺട്രറി, അതായത് കോൺട്രാക്ട് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ലെങ്കിൽ the bailey is bound to deliver to the bailiff
എനി ഇൻക്രീസ് ഓർ പ്രോഫിറ്റ് വിച്ച് ഹി മേ ഹാവ് എക്രൂഡ് ഫ്രം ദ ഗുഡ്സ് ബിൽഡ്. എന്ത് ചെയ്യണം, എന്തെങ്കിലും പ്രോഫിറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻക്രീസോ വന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ തിരിച്ചു കൊടുത്തിരിക്കുക. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വൃത്തിക്ക് നമ്മൾ പ്രൊവിഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രൊവിഷൻ കറക്റ്റാണ്. നമ്മുടെ കീവേഡ്സ് എന്തായിട്ടുണ്ട് നമ്മുടെ പ്രൊവിഷനിലും വന്നിട്ടുണ്ട്. ഓക്കെ, നോവേഴ്സ് നമുക്ക് എന്താ പറയുക, ഈസിലി യു ക്യാൻ ഫെച്ച് മാർക്സ്. പ്രൊവിഷൻ നോക്കാം നമ്മുടെ കറക്റ്റാണ്. ഓക്കെ, അതിന് ഫാക്ട് കൊടുക്കുന്നതാണ്. ഇൻ ദ ഗിവൺ കേസ് Mr. Fleming returned from Australia. There were 1 lakh nuts and live birds and 50,000 eggs. അതായത് കോൺട്രാക്ട് വെക്കുന്ന ടൈം 1 lakh birds ഉം 10,000 eggs ഉണ്ടായത്. മിസ്റ്റർ സ്റ്റീഫൻ agreed to return 1 lakh live birds and 10,000 eggs only and not the increased number of birds. നമ്മൾ കറക്റ്റ്ലി ഈ സെയിം സാധനം നമ്മൾ പ്രൊവിഷനിൽ എഴുതിയിട്ടുണ്ട്, അനാലിസിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നതാണ് എന്ത്, നമ്മുടെ അനാലിസിസ് അല്ലെങ്കിൽ ഫാക്ട് എഴുതുമ്പോൾ ചുമ്മാ ക്വസ്റ്റ്യൻ ഡയറക്റ്റ്ലി എഴുതരുത്. ക്വസ്റ്റ്യൻ വരാനുണ്ടായ സാധ്യതയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ സമ്മറാക്കി കൊടുക്കേണ്ടത്. കാരണം തിരിച്ച് വരുന്ന ടൈമിൽ എന്ത് ചെയ്യുന്ന 1,09,000 ബേർഡ്സ് ഉണ്ടായിരുന്നു, പക്ഷേ 1 lakh മാത്രമേ തിരിച്ചു കൊടുക്കുന്നുള്ളൂ. 50,000 എഗ്സ് ഉണ്ടായ ടൈം ഉണ്ടായിരുന്നു, 10,000 എഗ്സ് മാത്രമേ തിരിച്ചു കൊടുക്കുന്നുള്ളൂ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, ഈ ഒരു കേസ് കൊണ്ടല്ലേ ക്വസ്റ്റ്യൻ വരേണ്ട സാധ്യത ഉണ്ടായത്. അപ്പോൾ ഈ ഒരു സംഭവത്തെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അനാലിസിസ് അല്ലെങ്കിൽ ഫാക്റ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ കൺക്ലൂഷൻ നോക്കാം. ഇൻ ദ ലൈറ്റ് ഓഫ് പ്രൊവിഷൻ ഓഫ് ലോ ഓഫ് ഫാക്ട് ദ ഫോളോയിങ് ആർ ദ ആൻസർ. നമ്മുടെ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ചോദിച്ചിരിക്കുന്നത്. ഡ്യൂട്ടീസ് മിസ്റ്റർ സ്റ്റീഫൻ എന്താ പറയുന്നത്, മിസ്റ്റർ സ്റ്റീഫൻ ഈസ് ബോൺ ടു ഡെലിവർ ടു മിസ്റ്റർ ഫ്ലെമിംഗ് എനി ഇൻക്രീസ് ഓർ പ്രോഫിറ്റ് 9,000 live birds and 50,000 eggs which have occurred from the goods build, that is live birds and eggs. എന്തെങ്കിലും നമ്മുടെ ക്വസ്റ്റിൽ ആൻസറിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ്, ഈ മിസ്റ്റർ സ്റ്റീഫൻ എന്തായിരിക്കണം, എത്രയാണോ ഇൻക്രീസ് നമ്പർ ഉണ്ടാകുക തിരിച്ചു കൊടുത്തിരിക്കുക. നമ്മൾ സിമ്പിളി എന്നിട്ട് എഴുതിയിട്ടുണ്ട് എന്താണ്, he is born to deliver the increased number of birds and eggs to Mr. Fleming. വൃത്തിക്ക് എഴുതിയിട്ട് നമ്മുടെ കൺക്ലൂഷൻ ശരിയാണ്. നോ വറീസ്. ഓക്കെ, അടുത്തതാ പറയുന്നത് റൈറ്റ്സ് ഓഫ് മിസ്റ്റർ ഫ്ലെമിംഗ് എന്നാണ്. മിസ്റ്റർ ഫ്ലെമിംഗ് ഈസ് എൻഡയർ ടു റിക്കവർ ഫ്രം പോണി ആൻഡ് ഇൻക്രീസ് ഇൻ ഗുഡ്സ് ഓഫ് പേജ്. എന്തെങ്കിലും മിസ്റ്റർ ഫ്ലെമിംഗ് എന്ത് ചെയ്യാൻ പറ്റും, എത്രയാണോ ഇൻക്രീസ് ആയത് തിരിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അത് നമ്മൾ ഈസി ആയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആൻസർ വരുന്നത്. നമുക്ക് നമ്മുടെ പ്രൊവിഷനും അനാലിസിസും ഫാക്ട്സും എന്തൊക്കെയാണ് അതൊക്കെ കറക്റ്റാണ്. ജസ്റ്റ് ആൻസർ വെച്ച് നോക്കുമ്പോൾ കീവേഡ്സ് കറക്റ്റ്ലി ഉണ്ട്. ഞാൻ ഇപ്പോഴും പറയുകയാണ്, ഓൺ വേർഡ്സിൽ എഴുതുകയാണെങ്കിൽ നമ്മൾ കീവേഡ്സ് എന്ത് ചെയ്യണം, വി ഹാവ് ടു underline or put them in a box. അതായത് കീവേഡ്സ് നമ്മൾ അണ്ടർലൈൻ ചെയ്യുകയോ ബോക്സിൽ ഇടുകയോ ചെയ്യണം, മാത്രമേ നമുക്ക് ഒരേ അട്രാക്റ്റീവ്നെസ് ഫീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം നമുക്ക് നമ്മുടെ വാല്യുവേഷൻ ടീമിന് ഇയാൾ എഴുതി കറക്റ്റാണ്, അതായത് കീവേഡ്സ് കറക്റ്റ് നമ്മുടെ ആൻസർ കീയിലുണ്ട് എന്ന് പറയാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ I hope you all have got today's session. അപ്പോൾ നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. സോ ദിസ് ഇസ് ജാസിർ സൈനിങ് ഔട്ട്. ടാറ്റ, ബൈ ബൈ.